മാഫിയ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാലമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. തൃശൂർ പൂരം കലക്കിയ സർക്കാർ സംഘപരിവാറിന് വളരാനുള്ള വഴിയാണ് പിണറായി വിജയൻ ഒരുക്കുന്നതെന്നും ADGP MR അജിത് കുമാറാണ് കേരളം ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചീറ്റ് അഴിമതികൾ വെളിയിൽ വരാതിരിക്കാനാണെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ 281 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ സിൽബന്ധികളുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2016 മുതൽ 2021 വരെ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാരിൽ, ഒന്നാം സർക്കാരിൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കർ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ശിവശങ്കർ ജയിലിൽ കിടന്നിട്ടുള്ളത് 100-ലധികം ദിവസമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ജയിലിൽ പോയെങ്കിൽ ഇന്നിപ്പോ അതിനപ്പുറത്തേക്ക് നിരവധി രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിന്റെ പോലീസിലെ ഏറ്റവും മുതിർന്ന സൂപ്പർ DGP ആയി ഈ സംസ്ഥാനത്ത് വിലസുന്ന ശ്രീ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ P ശശിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്തുടനീളം മാഫിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടു വരുന്നത്. ഇവിടെ പ്രതിപക്ഷം കഴിഞ്ഞ 8-9 വർഷമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന നിയമവിരുദ്ധ നടപടികളെ സംബന്ധിച്ച്, ഇത്തരത്തിലെ ഭീകര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ചൂണ്ടിക്കാണിച്ചു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായി. സ്വപ്ന സുരേഷ് എന്ന യുവതി സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് തുടർന്ന് അങ്ങോട്ട് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിൽ സ്വർണം കടത്തലിന് സഹായം നൽകിയത് എന്നാണ്. ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചെങ്കിലും നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ബിജു പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം അലക്സ് മാത്യു, DCC ജനറൽ സെക്രട്ടറി ബാബു മാത്യു, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് G രാധാമോഹൻ, DCC എക്സിക്യൂട്ടീവ് അംഗം J ഷാജഹാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി H അനീഷ് ഖാൻ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CR സൂര്യനാഥ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശശികല മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. Contact 8304921067 7306227554. Email talukvartha@gmail.com.